കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൈറ്റ് ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കി വെച്ചേക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. താഴെ ബേസായിട്ട് നമ്മൾ വെച്ചേക്കണ ഒരു കാർഡ്ബോർഡ് പീസാണ്. മുകളിൽ വെച്ചേക്കുന്നത് ഒരു ബോക്സ് ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഒന്ന് കീറിയിട്ടാണ് ഇതുപോലെ വെച്ചേക്കണേ. നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലേഡ് വെച്ചിട്ട്. പിന്നെ മോൾ ഭാഗത്ത് നമ്മളൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ വെച്ചേക്കണത് വൈറ്റ് കളർ കണ്ടോ, അതിനകത്ത് വെച്ചേക്കണത് നമ്മളൊരു കുപ്പീൻ്റെ അടപ്പാണ്. നമ്മൾ പുറമേ നിന്ന് പോകുമ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പ് കിട്ടുമല്ലോ, കോക്ടെയിലൊക്കെ കുടിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടപ്പാണിത്. പിന്നെ നമ്മൾ തൊട്ട് മുകളിൽ വെച്ചാണിത് റെഡ് കളറിൽ കാണുന്നത് നമ്മുടെ ഐസ്ക്രീം ബൗളിൻ്റെ അടപ്പാണ്. തൊട്ട് മുകളിൽ ഒരു കുപ്പീൻ്റെ അടപ്പും, തൊട്ട് മുകളിൽ ഏറ്റവും മേളിൽ വെച്ചേക്കണത് നമ്മുടെ പ്രില്ലില്ലേ, പ്രില്ലിൻ്റെ കുപ്പീൻ്റെ അടപ്പാണ് ഏറ്റവും മേളിൽ വെച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് വന്ന സംഭവമാണ് ഇത്. പിന്നെ അതിൻ്റെ മേളിൽ നമ്മളൊരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വള ഇതുപോലെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഒട്ടിച്ചേക്കണത് mseal വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര സംഭവങ്ങൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുക വേണ്ട. പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സ്റ്റിക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഈ സ്റ്റിക്കാണ് ഒട്ടിക്കാൻ പോണത്. നമ്മുടെ പോപ്പ് സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ പോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ക്രോസായിട്ട് രണ്ട് വശത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അതായത് ഇതുപോലെ ഇങ്ങോട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇച്ചിരി നീളം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വശം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഫെവിക്വിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് ഇതുപോലെ എടുക്കാം. അപ്പോൾ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിഡു ഡെക്കോറായിട്ട് നമുക്കിത് കിട്ടും. നോക്കാം, നമ്മുടെ വീട്ടിൽ യൂസ്ഫുൾ അല്ലാണ്ട് കിടക്കുന്ന കുറേ ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം ഡെക്കോർ ഐഡിയ ആണ്. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് അടിച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു 1 മിനിറ്റ് വീഡിയോ ഇതെങ്ങനെ ഒട്ടിച്ചേക്കണമെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഒന്നൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വേറെ എന്തെങ്കിലും ടൈപ്പ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഡെക്കോറേറ്റ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും മുത്തൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ഇത് വരച്ചു കൊടുത്തേക്കണം. ഈ സംഭവം 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ 3D ഔട്ട്ലൈനർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ മുത്ത് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ, ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ ആ ത്രെഡ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഐഡിയ അനുസരിച്ചിട്ട് ഒരു ഭംഗി ഇതിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇതുപോലെ ജസ്റ്റ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തേക്കണം. നമുക്കിത് പെയിൻറ്റ് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ബോക്സ് മുറിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ബോക്സിൻ്റെ സൈഡിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറിക്കണ ഒരു കത്തി ഉണ്ടല്ലോ, അതില്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒരു സ്റ്റിക്കിനകത്ത് ഹാഫ് ബ്ലേഡ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പിടിക്കാനായിട്ട് സുഖം ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൈ മുറിയാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൈ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ അതേ ആ ബോക്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണത്. ഇതുപോലൊരു അടപ്പ്, പിന്നെ അതേ പ്രില്ലിൻ്റെ കുപ്പി എൻ്റെ അടപ്പ്, പിന്നെ അതേ വേറൊരു ബോട്ടിലിൻ്റെ അടപ്പ്, പിന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബൗളിൻ്റെ അടപ്പ്, റൗണ്ട് ബോൾ ഐസ്ക്രീമിൻ്റെ അടപ്പ് എടുത്തേക്കണേ. പിന്നെ അതേ ഇതുപോലത്തെ സ്റ്റിക്ക് എടുക്കുക. സ്റ്റിക്ക് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈർക്കിലി എടുത്താലും മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. പിന്നെ നമുക്ക് 2 കാർഡ്ബോർഡ് പീസുകൾ നമ്മുടെ ബോക്സിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് താഴെ വെക്കാം, ബേസ് വെക്കാൻ പാകത്തിനേക്കാൾ ഇച്ചിരി വലുത് വേണ്ടിയിട്ട് നമ്മളൊന്ന് മുറിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് വെച്ച് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് എങ്ങനെ ഒട്ടിച്ചേക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ കണ്ടായിരിക്കുമല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ രീതി ഇങ്ങനെ ഇരിക്കണേ എന്നുള്ളത് സ്ട്രക്ചർ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. മോൾ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കാർഡ്ബോർഡ് 2 ആദ്യം ഒന്ന് ഒട്ടിച്ചിട്ട് നമ്മുടെ ബേസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും വലിയൊരു അടപ്പ് എടുത്തേക്കണേ. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഇതുപോലത്തെ ഒരു അടപ്പ് ഉണ്ടാവും, ആ അടപ്പ് എടുക്കാം. അപ്പം നമ്മൾ അതുപോലത്തെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഐസ്ക്രീം ബൗളിൻ്റെ അടപ്പ് ചെറുതൊരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള തരത്തിലുള്ള ഓരോ അടപ്പുകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലുതിൽ നിന്ന് ചെറിയ രീതിയിലേക്കുള്ള കുറേ അടപ്പുകൾ എടുത്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്രില്ലിൻ്റെയും മുട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 3D ഔട്ട്ലൈനർ
വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ലൈനർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുത്ത എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും സംഭവം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഔട്ട്ലൈനർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മുത്തൊക്കെ ഒട്ടിക്കണത് നമ്മൾ എന്തെങ്കിലും പ്രോജക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ചെയ്യണത്. ഇല്ല നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലാമ്പാണ് വേണമെന്നെങ്കിൽ നിങ്ങൾ ഡിസൈനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുക്കാൻ നോക്കുവാണ്. അപ്പോൾ ഒരു സ്പ്രേ പെയിൻറ്റ് നമ്മുടെ കാലിയായിട്ടിരിക്കുവാണ്. അപ്പോൾ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അടിക്കാം. സംഭവം ഒരെണ്ണം ഇരിപ്പുണ്ട്, വൈറ്റ് ആണ് കളറ്. അത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് മുകളിൽ പോയിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സ്പ്രേ പെയിൻറ്റ് അടിക്കട്ടെ. എല്ലാവർക്കും ഇതിൻ്റെ സ്മെല്ല് പറ്റുന്ന വരില്ല. അപ്പോൾ അതേ ഞാനത് ഫിനിഷ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡിൻ്റെ സൈഡിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ളത് ഒരു മാസ്കിംഗ് ടേപ്പും കൂടി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ സെറ്റാക്കി പെയിൻറ്റ് അടിച്ചെടുത്തുകൊണ്ട് ഞാൻ ഇനി അത് ഒട്ടിക്കില്ല. അപ്പോൾ കൂട്ടുകാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ആ കാർഡ്ബോർഡിൻ്റെ 4 വശവും കൂടി ഒന്ന് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോള് കാണുന്ന ഭാഗം ഒന്ന് നമുക്ക് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ഗോൾഡൻ പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ ആ ഭാഗമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് പെയിൻറ്റ് അടിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ 2 സ്റ്റിക്കും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വേറെ എന്തെങ്കിലും ഡെക്കോർ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.